നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി. വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ ഒരു ട്രേഡ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഈ ഒരു ട്രെൻഡ് നിലനിർത്തേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നിഫ്റ്റിനെ ആയാലും നമ്മളൊരു കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നിഫ്റ്റിയെ കുറിച്ചായാലും നമ്മൾ ഈ ഒരു ലോവർ ലെവലിൽ നിന്ന് തന്നെ നമ്മളൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നു. നമ്മളൊരു തുടർച്ചയായിട്ട് നൽകിയിരുന്നു. കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും വീഡിയോസിലായാലും നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റി ആയാലും ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ്. പിന്നെ നമ്മളൊരു ഹയർ ലെവലിലേക്ക് നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത് 19,800 800-ന്റെ മുകളിലും നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിക്ക് ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റിലാണ് ഒരു സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ നിഫ്റ്റിക്കായാലും ഇനിയൊരു ഹയർ ലെവലിക്കായാലും ഇപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 20,192 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനിയൊരു ഹയർ ലെവലിക്കായാലും മൊമെന്റം കിട്ടണമെങ്കിൽ ഇത് ഈ ഒരു ലെവലിലായാലും നിഫ്റ്റിക്ക് ഒരു റെസിസ്റ്റൻസ് 20,130 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 20,230 നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട്. ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിഫ്റ്റിയിലായാലും നമുക്കൊരു ലൈഫ് ടൈം ഹൈയിലേക്കൊക്കെ കടക്കുന്ന ഒരു സമയത്തായാലും നിഫ്റ്റിക്കായാലും റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് നിലനിർത്തുന്ന ഒരു ഏരിയ ആണ് 20,200 റേഞ്ച്. അപ്പോൾ എപ്പോഴും നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഇല്ലെങ്കിൽ പോലും നിഫ്റ്റി ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കീപ്പ് ചെയ്യുന്ന ഒരു ലെവലാണ് 20,200 ലെവലുകൾ. അതായത് അത് 20,200 ആകാം, 21,200 ആകാം, 22,200 ആകാം. അതുപോലെ തന്നെ 800 ലെവലുകളും നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ അത് ആക്ട് ചെയ്യാറുണ്ട്. ഇൻ കേസ് ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഇല്ലെങ്കിലും ആ ഒരു ലെവല് സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് നിഫ്റ്റിയുടെ കേസാണ് ഞാനിത് ഈ ഒരു പറയുന്ന ഒരു കാര്യങ്ങളായാലും നിഫ്റ്റിയിൽ ഒരു വർഷങ്ങളായിട്ടുള്ളൊരു ട്രേഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് പറയുന്നതാണ്. അപ്പോൾ നിഫ്റ്റിക്കായാലും നമ്മൾ പല വീഡിയോസിലായാലും ഇതൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നിഫ്റ്റിക്കായാലും 800 ലെവലുകൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും സൂചിപ്പിച്ചിരുന്ന 800-ന്റെ മുകളിലേക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നതനുസരിച്ചാണ് ഇനി ആ ഒരു മൊമെന്റം. പക്ഷെ നമുക്ക് ഈ ഒരു മൊമെന്റ് ആയാലും നമുക്കൊരു ഇൻട്രാഡേ ട്രെൻഡിൽ മാനേജ് ചെയ്യാനാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. 20,230 ഇനി ഒരു ഹയർ ലെവലിലേക്കായാലും റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുകളിലേക്ക് ഇത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നിഫ്റ്റിക്കായാലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യത നിഫ്റ്റിയിൽ കാണണം. അപ്പോൾ ഇതിൻ്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നിഫ്റ്റിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ട്രെൻഡ് സെന്റിമെന്റ് തന്നെയാണ്. പക്ഷേ ഇൻട്രാഡേയിലായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്നായാലും നിഫ്റ്റിക്ക് ഒരു ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ലോവർ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട സപ്പോർട്ട് 19,800-ന്റെ അടുത്താണ് നിഫ്റ്റിക്ക് ഇനി സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും 19,800 നിലനിർത്തുന്നതനുസരിച്ചാണ് ഈ ഒരു ട്രെൻഡ് റിവേഴ്സലും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഈ ഒരു സെന്റിമെന്റിൽ റിവേഴ്സ് ആകുന്നതൊക്കെ കാണുന്നത്. വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നോക്കാം. നിഫ്റ്റിക്കായാലും ഈ ഒരു ലെവലിന്റെ അടുത്തേക്ക് വരുമ്പോൾ നിഫ്റ്റിക്കായാലും ഒരു ബൗൺസിനൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. നിഫ്റ്റിയായാലും ഈ ഒരു ലെവലിൽ നിന്നായാലും ബൗൺസിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തുമ്പോഴായാലും ഇൻ കേസ് നിഫ്റ്റിയിൽ ഒരു ഇപ്പോൾ നിലനിൽക്കുന്നത് 20,200-ന്റെ അടുത്താണ്. പക്ഷേ ഇൻ കേസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ഈ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് നിഫ്റ്റിക്കായാലും ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യമായിട്ടുള്ള ഒരു ഏരിയ വരുന്നത്. പക്ഷെ ഇതിനിടയിലായാലും സപ്പോർട്ടുകളുണ്ട്. റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് വരും ദിവസത്തെ വീഡിയോസിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഇൻട്രാഡേ ലെവലിലൊക്കെ നൽകുന്നതായിരിക്കും. അപ്പോൾ നിഫ്റ്റിയുടെ ഈ ഒരു കറണ്ട് ഒരു സെന്റിമെന്റ് എന്ന് പറയുന്നത് സ്റ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ നമ്മൾ പറയുന്നത് നിഫ്റ്റി ഇവിടെ നിൽക്കുമ്പോഴല്ല, നിഫ്റ്റി 20,000-ന്റെ മുകളിൽ കടന്നപ്പോഴല്ല. നമ്മൾ പറയുന്നത് റൈറ്റ് ഏരിയയിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു ഡയറക്ഷൻ നൽകിയിരുന്നു. നിഫ്റ്റിയുടെ ആ ഒരു ബൈ മൊമെന്റത്തിന്റെ ആ ഒരു ഡയറക്ഷൻ നൽകിയിരുന്നതാണ്. അപ്പോൾ വരും ആഴ്ചയിലായാലും ഇത്തരം ലെവലുകൾ ഇമ്പോർട്ടൻ്റ് ലെവലായിട്ട് നിഫ്റ്റിയിലായാലും ആക്ട് ചെയ്യും. അതിനനുസരിച്ച് ട്രേഡുകൾ മാനേജ് ചെയ്യാം.
പക്ഷേ ഇതിൻ്റെ ഒരു മുകളിലൊരു പോസിറ്റീവിൻ്റെ താഴെ ഒരു നെഗറ്റീവ് ആയിരുന്നാലും എക്സാക്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് അതിലും ട്രേഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ ആയാലും സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഇന്നലെ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക. 20,140 ഒരു സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ടിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് നോക്കുക. ആ ഒരു സപ്പോർട്ട് എത്തിയതിന് ശേഷം നിഫ്റ്റി ഇവിടെ നിന്നൊരു ബൗൺസ് ചെയ്തു. അതിനുശേഷമായാലും നിഫ്റ്റി ആ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴത്തേക്ക് നിഫ്റ്റിക്കായാലും നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഓരോ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു ആക്യുറസി ശ്രദ്ധിക്കുക. നമുക്കായാലും ആ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കണ്ണടച്ച് യൂട്ടിലൈസ് ചെയ്യുമ്പോഴായാലും എപ്പോഴും ശ്രദ്ധിക്കുക. പറയുന്ന ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിനനുസരിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കൊരു ചെറിയൊരു റിസ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇൻ കേസ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നമുക്കതിൽ ആ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴത്തേക്ക് ഒരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നമുക്ക് എപ്പോഴും ചെറിയൊരു റിസ്കിൽ ആ സെയിം ക്യാൻഡിൽമേ തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും യൂട്ടിലൈസ് ചെയ്താണ് റൈറ്റ് ആയിട്ടുള്ള ഈ ഒരു പറയുന്ന ഒരു സപ്പോർട്ട് അനുസരിച്ച് ട്രേഡ് ചെയ്യാനുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി, ഏറ്റവും റിസ്ക് കുറഞ്ഞ രീതി. ഇതേ രീതിയിൽ ട്രേഡ് ചെയ്യാനാണ് നമ്മൾ ആ ഒരു പ്രൈസ് ആക്ഷൻ വീഡിയോസിലും അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് മാനേജ് ചെയ്യേണ്ട വീഡിയോസിലൊക്കെ നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. ഇത്തരം രീതിയിൽ മാനേജ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു ക്യാപിറ്റൽ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. നിഫ്റ്റിയിലായാലും ശ്രദ്ധിക്കേണ്ട ഏരിയ ഒരു ഹയർ ലെവലിലേക്കായാലും 20,230 അടുത്ത് റെസിസ്റ്റൻസ് ആണ്, ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് ആണ്. ഇൻ കേസ് 230 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ 180 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. 230 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയൊരു ടൈം ഫ്രെയിമിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ റിവേഴ്സ് ആയിട്ടുള്ള എൻട്രി എടുക്കേണ്ടത് 20,180 താഴത്തേക്ക് ഒരു ക്യാനിൽ സസ്റ്റെയിൻ ചെയ്താൽ, അതായത് ഈ പറയുന്ന ഒരു ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ക്യാനിൽ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. ഇപ്പോൾ ലോവർ ലെവലായാലും നമുക്കൊരു സപ്പോർട്ട്, ലോവർ ലെവലിൽ ഇനി സപ്പോർട്ട് കാണുന്നത് 20,100 115 ആണ്. ഇൻ കേസ് 100ന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 115ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാൽ ഈ ഒരു സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി 20,100 താഴത്തേക്ക് ജസ്റ്റ് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താലാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യത വരുന്നത്. അതുപോലെ തന്നെ ഇൻ കേസ് ഓപ്പൺ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 20,066 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 19,950 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഹോൾഡ് ചെയ്തുകൊണ്ട് 20,066ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രാഡേയിൽ ബൈ സെന്റിമെന്റിൽ കിട്ടും. അപ്പോൾ ഇൻ കേസ് ഇതിൻ്റെ ഒരു മുകളിലേക്ക്, അതായത് പറയുന്ന റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലേക്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ വീക്ക്നെസ് ആണ് ഇൻട്രാഡേയിലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് എപ്പോഴും ഇത്തരം രീതിയിൽ എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ആയാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല. ട്രെൻഡ് ബൈയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാത്തത്. പക്ഷെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ നിഫ്റ്റിക്കായാലും ചിലപ്പോൾ ഒരു 1-2-3 ദിവസം കയറിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒറ്റ ദിവസം കൊണ്ട്, ഒരു റെഡ് ക്യാൻഡിലുമേ ഒറ്റ ദിവസം കൊണ്ട് അത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. എപ്പോഴും ആ ഒരു ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. അത്ര വലിയൊരു ഫാസ്റ്റ് ആയിട്ടായിരിക്കും ആ ഒരു മൊമെന്റം വരിക. നമ്മൾ മുൻ വീഡിയോസിലൊക്കെ ഇതൊരു സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ഒരു 5% ഒരു കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്ന ഒരു സമയത്ത് അതൊരു 10%, 15%ലേക്കൊക്കെ താഴത്തേക്ക് വരാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും മാർക്കറ്റിൽ ട്രെൻഡ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും ഒരു അലേർട്ട് ആകേണ്ട ഒരു സമയമാണ്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. എക്സാക്റ്റ് ആയിട്ട് ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബൈക്കായാലും കൂടുതൽ ഇനി ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത് 800ന്റെ അടുത്ത് വരുമ്പോഴാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് തന്നെയാണ്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിലും ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ ഒരു ലെവലിലായാലും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഏരിയയിലായാലും അഗ്രസീവ് ആയിട്ടുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് സേഫ് അല്ല. നമുക്കൊരു പൊസിഷനിലായാലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായാലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ലോവർ ലെവല് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് കാണുന്നത്
ഈ ഒരു ലെവലാണ് ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് കാണുന്നത്. അതായത് 45,300. അപ്പോൾ 45,300 താഴത്തേക്ക് നിലനിന്നാലാണ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് റിവേഴ്സലാകുന്നത്. ഇൻ കേസ് ഈ ഒരു ലെവലിൽ നിന്നായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം 45,300 സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന അടിസ്ഥാനമാക്കിയായിരിക്കും ഇനിയുള്ള ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ ഈ ഒരു പോസിറ്റീവ് ട്രെൻഡിന്റെ ഒരു സാധ്യത വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഈ ഒരു ലെവലിന്റെ അടുത്തുനിന്ന് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ ചെറിയ റിസ്കിൽ ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് നമുക്ക് ഇൻട്രാഡേ ലെവലിൽ ഓരോ ദിവസവും ഒരു അപ്ഡേറ്റും ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങൾക്ക് അതിൽ ലഭിക്കും. ഇപ്പോൾ വരും ദിവസങ്ങളായാലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ലെവലുകളില്ല. 46,180 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബൈയുടെ ഒരു സെന്റിമെന്റ്. 46,180 വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു മുകളിലേക്ക് നിലനിൽക്കുമ്പോൾ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. പക്ഷേ 180 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ലോവർ ലെവൽ 46,070 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പറയുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ലെവലുകൾ കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ലോവർ ലെവൽ സപ്പോർട്ട് ലെവലുകൾ കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സപ്പോർട്ട് ലെവലുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. പക്ഷെ സപ്പോർട്ട് വളരെ സ്പീഡായിട്ട് ബ്രേക്ക് ചെയ്ത് ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിലുകൾ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ആണ്. കാരണം പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ ആയാലും അത്രയും പവർഫുൾ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകളാണ്. അതിൻ്റെ ഒരു താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വീക്ക്നെസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. ലോവർ ലെവൽ 45,960 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 45,800 870 സപ്പോർട്ടാണ്. ലോവർ ലെവൽ സപ്പോർട്ടിലേക്ക് വരുന്ന ഒരു സമയത്ത് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവല് 45,800 870 സപ്പോർട്ട് മുതൽ തന്നെ ബാങ്ക് നിഫ്റ്റി ശ്രദ്ധിക്കുക. ലോവർ ചെയ്യുന്നാലും ചിലപ്പോൾ ഒരു ബൗൺസ് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ട്. പക്ഷെ വരും ദിവസങ്ങളിലായാലും ഇത്തരം സപ്പോർട്ടുകൾ ഈ പറയുന്ന ഒരു സപ്പോർട്ട് ലെവലുകൾ ഹോൾഡ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്കൊരു ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു ട്രെൻഡ് ഇൻട്രാഡേയിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക. ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഫിൻ നിഫ്റ്റിയിലും നമുക്കൊരു ലോങ് ടൈം ട്രെൻഡ് പറയുകയാണെങ്കിൽ നമുക്ക് ഇനിയായാലും ഫിൻ നിഫ്റ്റി ആയാലും 20,540 20,540 മുകളിലേക്ക് ഫിൻ നിഫ്റ്റി ഇനി സസ്റ്റെയിൻ ചെയ്താലാണ് അടുത്തൊരു ബൈ സെന്റിമെന്റിൽ വരുന്നത്. ഫിൻ നിഫ്റ്റിക്കായാലും നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് വരുന്നത് ഈ ഒരു ലെവലിലാണ്. ഫിൻ നിഫ്റ്റിയിലും ആ ഒരു സപ്പോർട്ട് വരിക. അതായത് 20,200 ലോവർ ലെവലിൽ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് വരുന്നത്. അതായത് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഫിൻ നിഫ്റ്റിയിലായാലും അടുത്തൊരു മൊമെന്റത്തിന്റെ ഒരു സാധ്യത. ഇൻ കേസ് ഫിൻ നിഫ്റ്റിയിലായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ 20,200 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഫിൻ നിഫ്റ്റിയിലായാലും ആ ഒരു മൊമെന്റത്തിന്റെ ഒരു സാധ്യത വരുന്നത്. അപ്പോൾ ഈ 20,200 അടുത്ത് എത്തുമ്പോൾ ഫിൻ നിഫ്റ്റിയിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ട്രെൻഡ് റിവേഴ്സൽ 20,200 സപ്പോർട്ടിന്റെ അടുത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് 20,540 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ 20,200 താഴത്തേക്ക് നിലനിർത്തിയാൽ മാത്രമാണ് ട്രെൻഡ് റിവേഴ്സൽ വരുന്നത്. ഫിൻ നിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്താൽ വരും ദിവസങ്ങളിൽ എക്സാക്റ്റ് ആയിട്ട് ട്രെൻഡിൽ നിൽക്കാൻ പറ്റും. നമുക്ക് വരും ദിവസങ്ങളിലെ വരും ആഴ്ചകളിലെ ട്രെൻഡിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ ഫിൻ നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും ഫിൻ നിഫ്റ്റിയിലും ഇത്തരം ലെവലുകൾ ശ്രദ്ധിക്കുക. 20,510 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതനുസരിച്ചാണ് വരും ദിവസങ്ങളിൽ വരും ദിവസത്തെ ആഴ്ചകളിൽ ഫിൻ നിഫ്റ്റിയിലും ട്രെൻഡ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. 510 താഴെ ഒരു ഓപ്പണിംഗ് വീക്ക്നെസ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ സാധ്യത. 20,450 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നതിന് മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 20,450 സപ്പോർട്ടിന് മുകളിലാണെങ്കിൽ ബൈക്ക് സാധ്യത. 450 താഴത്തേക്ക് ക്ലോസ് ചെയ്താൽ ഷോർട്ട് സെല്ലിന് സാധ്യത. അതിനുശേഷമായാലും ഫിൻ നിഫ്റ്റിയിലായാലും 20,300 360 ഈ ഒരു സപ്പോർട്ട് ലെവലിൽ എത്തുമ്പോഴാണ് ഫിൻ നിഫ്റ്റിയിലും ഒരു ബൈയുടെ ഒരു സാധ്യത വരും ദിവസങ്ങളിലായാലും എക്സാക്റ്റ് ആയിട്ട് ലെവൽസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ 300 ഹോൾഡ് ചെയ്തുകൊണ്ട് 360 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഒരു സെന്റിമെന്റ്. പക്ഷേ ശ്രദ്ധിക്കാം, 300 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഒരു കാരണവശാലും ബൈ പൊസിഷൻസ് ഹോൾഡ് ചെയ്യരുത്. അപ്പോൾ ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റുകളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറിയ ഷെയറുകളും കമ്പ്യൂട്ടറും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.